പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ന്യൂസിലൻഡിലെ നമ്മുടെ ഫാമിലി ഹോമിൻ്റെ ഒരു ടൂറാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്കത് കാണാം. ഇതാണ് നമ്മുടെ ഓർമിസ്റ്റൺ പ്രൈമറി സ്കൂളാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഓർമിസ്റ്റൺ പ്രൈമറി സ്കൂൾ. നമ്മൾ ക്യാമറ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ വീട്. പുറത്തുനിന്നുള്ള വ്യൂ ആണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് മെയിൻ ഡോറിലൂടെ ഇങ്ങ് കയറിയെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നത് ഒരു മെയിൻ ലൗഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ലൗഞ്ച് ഫേസ് ചെയ്തിരിക്കുന്നത് റോഡിനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അതായത് വലിയ 2 വിൻഡോസ് ഉണ്ട്. ഇതൊരു സ്ലൈഡിങ് ഡോറാണ്. ഇത് ഫേസ് ചെയ്യുന്നത് ഓർമിസ്റ്റൺ പ്രൈമറി സ്കൂളിൻ്റെയാണ്. ഓർമിസ്റ്റൺ സ്കൂളിൻ്റെയും ഹെലിയാൻഡസ് റോഡിൻ്റെയും കൂടെ കോർണറിലാണ് ഈ വീട് ഇരിക്കുന്നത്. നമുക്കിവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. മെയിൻ ഡോറിലൂടെ ഇങ്ങ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മെയിൻ ലൗഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫാമിലി സ്പേസും അതുപോലെ തന്നെ കിച്ചണും. ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫാമിലി ഏരിയ ആയിട്ട് വരുന്നത്. ഫാമിലി ഏരിയ എന്ന് പറയുമ്പോൾ വളരെ വിസ്താരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള വളരെ വിസ്താരമായിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഐലൻഡ് ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയിട്ട് ഇതിനെ തിരഞ്ഞെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയയിലായിരുന്നു. ഇനി ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റൗ ഇരിക്കുന്നത്, നമ്മുടെ കിച്ചൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റൗ ആണല്ലോ, നമ്മുടെ സ്റ്റൗ ഏരിയ. ഇത് 6 ബേർണറുള്ള ഗ്യാസ് സ്റ്റൗ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ലൈൻ ഗ്യാസ് ആണ് വരുന്നത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മൈക്രോവേവ് ഓവനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവനുള്ള സ്പേസും ഉണ്ട്. അതുപോലെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ മുകളിലേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അതെല്ലാം മുകളിലേക്കാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. എല്ലാ കമ്പാർട്ട്മെൻറ്റുകളും ഇതുപോലെ തന്നെ മുകളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് സ്പ്രിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. അതുപോലെ ഇവിടെയാണ് നമ്മുടെ പാൻട്രി ഏരിയ കൊടുത്തിരിക്കുന്നത്. പാൻട്രി ആണെങ്കിലും വളരെ വിസ്താരമായിട്ടുള്ള ഒരു പാൻട്രിയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഫാമിലി സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ വിസ്താരമായിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു നമുക്ക് ഔട്ട്ഡോർ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ഡോർ ഏരിയയിലാണെങ്കിൽ ഒരു വലിയൊരു ഡെക്കുണ്ട്. ആ ഡെക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എല്ലാം സൗകര്യത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കാർപ്പറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല ഫ്രൂട്ട് ട്രീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ആപ്പിളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പേരക്കയുണ്ട്. ഫീച്ചിയോവ ട്രീസ് ഉണ്ട്. നാരകമുണ്ട്. നമ്മുടെ മാതള നാരങ്ങയുണ്ട്. അതായത് പോമഗ്രാനൈറ്റ്. നമുക്ക് എക്സ്ട്രാ സ്പേസിന് വേണ്ടി നമുക്ക് അവിടെ ഒരു ഗാർഡൻ ഷെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് എക്സ്ട്രാ വെള്ളം ശേഖരിക്കുവാൻ വേണ്ടിയുള്ള, മഴവെള്ളം ശേഖരിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു ടാങ്കാണ്. ഇവിടെ നമുക്ക് വെജിറ്റബിൾ ഗാർഡന് വേണ്ടിയുള്ള ഗാർഡൻ ബെഡുകളുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ശേഖരിച്ച് നമുക്ക് വെജിറ്റബിൾ ഗാർഡന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഏരിയയിലേക്ക് 2 സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ വിസ്താരമായിട്ടുള്ള 2 സ്ലൈഡിംഗ് ഡോറുകളാണ് ഔട്ട്ഡോർ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാർബിക്യൂ വയ്ക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ ഈ ഫാമിലി ലൗഞ്ച് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോരുകയാണെങ്കിൽ, നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വളരെ വിസ്താരമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റും ഷവറും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ഏരിയയാണിത്. വളരെ വിസ്താരമായിട്ടുള്ളതെന്നാണ് അതിനുള്ള പ്രത്യേകത. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത്. ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വലിയ വിസ്താരമായിട്ടുള്ള ഒരു ബെഡ്റൂമുണ്ട്. അതുപോലെ ആ ബെഡ്റൂമിനോട് ചേർന്ന് ഇവിടെ നമുക്ക് കബോർഡ് സൗകര്യങ്ങളും ഉണ്ട്. 2 ഡോറിൻ്റെ കബോർഡാണുള്ളത്. ധാരാളം ഹാങ്ങിങ് സ്പേസുകളും ഷെൽഫുകളും ഉണ്ട്.
റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴത്തെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായി കൊടുക്കുന്ന നമ്മുടെ ഡബിൾ ഗരാജാണിത്. 2 വലിയ കാറുകൾ ഇട്ട് കഴിഞ്ഞാലും ധാരാളം സ്പേസ് ഉള്ള ഒരു ഗരാജാണിത്. ഒരു സ്റ്റാൻഡേർഡ് ഗരാജ് എന്ന് പറയാം കേട്ടോ. ഈ ഗരാജിൽ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ ഗരാജിൽ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകളുണ്ട്. എക്സ്ട്രാ സ്റ്റോറേജിന് വേണ്ടിയുള്ള ഗരാജിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുപോലെ ലോണ്ട്രി ഏരിയയും ഈ ഗരാജിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ പാൻട്രി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് എന്ന് പറയാം. അതുപോലെ അതിനുള്ള ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ സെൻട്രൽ വാക്യൂമാണ്. അപ്പോൾ ഇതിന് സെൻട്രൽ വാക്യൂമിൻ്റെ സെക്ഷൻ യൂണിറ്റ് ആണിത് കേട്ടോ. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്രിഡ്ജ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമ്മുടെ മെയിൻ സ്വിച്ച്. ഗാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇത് വരുന്നത് നമ്മൾ ഫാമിലി ലൗഞ്ചിലേക്കാണ് വരുന്നത്. ഫാമിലി ലൗഞ്ചിൻ്റെ ഈ കോർണറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. നമുക്ക് ധാരാളം കാര്യങ്ങൾ വയ്ക്കുവാനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജിനുള്ള സ്പേസ് ആണ് കേട്ടോ. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഓമിസ്റ്റൺ സ്കൂളിനെയാണ് ഫേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ മുകളിലത്തെ ഒരു ഫോർമൽ ലൗഞ്ചെന്നോ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൗഞ്ചെന്നോ ഒക്കെ പറയാവുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള വളരെ വിസ്താരമായിട്ടുള്ള ഒരു ലൗഞ്ചാണിത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 4 മുറിയിലേക്ക്, ഇവിടെ നമുക്ക് 4 വലിയ റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഈ 4 മുറിയിലേക്കും ഈ ലൗഞ്ചിൽ നിന്ന് പോകാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞെങ്കിൽ വളരെ വിസ്താരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണിത്. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ അത് ഫേസ് ചെയ്യുന്നത് നമുക്കറിയാം ഓമിസ്റ്റൺ സ്കൂൾ തന്നെയാണ്. ഓമിസ്റ്റൺ റോഡിനെയും അതുപോലെ ഹെലിയാൻഡസ് റോഡിനെയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ റൂം എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഓൺസ്യൂട്ട് ഉണ്ട്. ഓൺസ്യൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഷവറും അതുപോലെ തന്നെ നമുക്ക് ബാത്തും ഉള്ള ഒരു ഓൺസ്യൂട്ടാണിത്. നമുക്ക് ഷവറുണ്ട്, ബാത്തുണ്ട്. ഇനി നമുക്കിവിടെ വരുവാണെങ്കിൽ നമുക്കിവിടെ വോക്ക് ഇൻ വാർഡ്രോബാണ്. അതും വളരെ വിസ്താരമായിട്ടുള്ള വോക്ക് ഇൻ വാർഡ്രോബാണ് കേട്ടോ ഇത്. ഇനി എക്സ്ട്രാ സ്റ്റോറേജിന് വേണ്ടി അതിൻ്റെ മുകളിൽ നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജിനുള്ള സ്പേസും ഉണ്ട്. ഓഫ് ചെയ്തു. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത ബെഡ്റൂം ഇതാണ്. നമ്മുടെ ജൂലിയൻ്റെ ബെഡ്റൂമായിരുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഈ ബെഡ്റൂം മാത്രമാണ് നമുക്കൊരു കുറച്ച് വലിപ്പം കുറവുള്ള ബെഡ്റൂം എന്ന് നമുക്ക് പറയാം. എന്നാലും ഇതും ഒരു ഡബിൾ ബെഡ്റൂം തന്നെയാണിത്. ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിനും നമുക്ക് കബേർഡുണ്ട്. ഡബിൾ ഡോറിൻ്റെ വലിയ കബേർഡും ഒരു വാർഡ്രോബും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റും ബാത്റൂമും എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെയും നമുക്ക് ഷവറും ബാത്തും ടോയ്ലറ്റും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു സൗകര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മെയിൻ സ്പേസിൽ വന്നു. നമ്മൾ മെയിൻ സ്പേസിൽ നിന്ന് അടുത്തായി പോകുന്നത് ജെന്നിയുടെ റൂമായിരുന്നു ഇത്. ഇതാണ് അടുത്ത ബെഡ്റൂം. നല്ല വിസ്താരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിനും ഇതുപോലെ ഓൺസ്യൂട്ടും വോക്ക് ഇൻ വാർഡ്രോബും ഉണ്ട്. ഇതിന് ഷവറും ടോയ്ലറ്റും കൂടിയുള്ള ഒരു ബെഡ്റൂമാണിത്. അല്ല, ഷവറും ടോയ്ലറ്റും ബെഡ്റൂമുണ്ട്. ഇനിയുള്ളത് നമുക്കിവിടെ വോക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്. ഇവിടുത്തെ ഈ വാർഡ്രോബും ഈ 3 വാർഡ്രോബും സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണ് കേട്ടോ. ഇത് എല്ലാം നല്ല വിസ്താരമായിട്ടുള്ള 2 സൈഡിലും ഷെൽഫുകളുണ്ട്. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഹാങ് ചെയ്യാനുള്ള ധാരാളം സ്പേസും ഉണ്ട്. ഇനി നമ്മളിവിടെ മെയിൻ സ്പേസിലെത്തി. ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മെയിൻ സ്പേസ്. ഇനി പോകുന്നത് ജീൻ്റെ ബെഡ്റൂമായിരുന്നു. ജീൻ്റെ ബെഡ്റൂമിൽ ഈ 2 റൂമുകളും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന സ്പേസാണ്. ഓമിസ്റ്റൺ സ്കൂളിനെ ഫേസ് ചെയ്തിട്ടിരിക്കുന്നു. ഇനി ഇവിടെ ടോയ്ലറ്റും ഷവറും ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റും ഷവറുമായിട്ടുള്ള സൗകര്യം. ഇവിടെ ഒന്ന് പറഞ്ഞാൽ
അപ്പോൾ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതാണ് ഇത്. നമ്മുടെ വോക്കിൻ വാർഡ്രോബ് ഉണ്ട്, ഒരു വോക്കിൻ വാർഡ്രോബ് ഉണ്ട്. ഇനി പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മളിവിടെ 12 വർഷം ജീവിച്ച നമ്മുടെ ഫാമിലി ഹോം ആയിരുന്നു. ഇപ്പോൾ ഇത് മാർക്കറ്റിലാണ്. ഇപ്പോൾ നമ്മളിത് റെൻ്റൽ പ്രോപ്പർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് 4 വർഷം നമ്മളിത് റെൻ്റൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മളിത് മാർക്കറ്റിലിട്ടിരിക്കുകയാണ്. 21 ഒക്ടോബറിൽ ഇത് ഓപ്ഷനാണ് പോവുകയാണ്. ഇപ്പോൾ 21 ഒക്ടോബറിൽ ഇത് ഓപ്ഷനിൽ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മളുടെ പ്രാർത്ഥന. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ realestate.co.in എന്നുള്ള സൈറ്റിൽ നോക്കുകയാണെങ്കിൽ റേവൈറ്റിൽ ആണ് ഈ പ്രോപ്പർട്ടി മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റിയൽറ്ററിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഓപ്ഷനിലാണ് അത് പോകുന്നത്. അണ്ടർ ദ ഹാമർ 21 ഒക്ടോബർ 6 PM ബക്ക്ലൻഡ്സ് ബീച്ച് യാച്ച് ക്ലബ്ബിൽ വെച്ചാണ് ഓപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. ബൈ.